പുലർച്ചെ കോരിച്ചൊരിയുന്ന മഴയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റി പോലീസ്. കനത്ത മഴയിൽ നനഞ്ഞും ഇന്ന് ആശാ വർക്കേഴ്സ് പ്രതിഷേധം തുടർന്നു. ഇന്നും സമരസ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് മഴക്കോട്ടും കുടയും എത്തിച്ചു നൽകി. ഇത്ര ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുവദിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നത് ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്തുകൊണ്ട് കാണാം. സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു മുൻപിൽ പുലർച്ചെയാണ് പോലീസിന്റെ ഈ നടപടി. മഴയിൽ കുതിർന്ന് പ്രതിഷേധക്കാർ നേരം വെളുപ്പിച്ചു. പകലും കനത്ത മഴ, എന്നാൽ പ്രതിഷേധ ചൂടിന് കുറവില്ല. ടാർപ്പാളിൻ പിടിച്ചിരിക്കാനും അനുവദിക്കില്ലെന്നാണ് പോലീസ് നിലപാട്. ദിവസങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ തെരുവുവിളക്കുകൾ അണച്ചതിന് പിന്നാലെയാണ് സമരക്കാർക്ക് നേരെയുള്ള അടുത്ത പ്രതികാര നടപടി. ചാനലുകളുടെ സർവൈലൻസിൽ തന്നെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളാരും ഭയക്കുന്നില്ല. സർക്കാർ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്. പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിക്കുന്നതെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച അടൂർ പ്രകാശ് എം.പി ആരോപിച്ചു. സമരസ്ഥലത്തെത്തിയ സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് റെയിൻകോട്ടും കുടയും വാങ്ങി നൽകി. ആ കേട്ടത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, എപ്പോഴും ചെയ്തതുപോലെ. നാളെ ആയിരക്കണക്കിന് പേരെ അണിനിരത്തി നിയമസഭാ മാർച്ചിനൊരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം.